റിസോർട്ട് പോലെ ഇരിപ്പുണ്ടെന്ന്. എന്തൊരു വലിയ സ്കൂളാല്ലേ. ആ അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും വലിയ സ്കൂളിൽ വരുമ്പോ ഈ വേഷത്തിൽ വരരുതെന്ന്. ആ കുര്യാക്കോസിന്റെ കയ്യും കാലും പിടിച്ചിട്ട് അങ്ങനെ ആ കോട്ട് തന്നത്, അതിട്ടോണ്ട് വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ കുര്യാക്കോസന്റെ കോട്ട് ഒന്നും മിണ്ടായിരുന്നേ. കുര്യാക്കോസന്റെ കോട്ട് ഇട്ട് മഴക്കോട്ട് ഇട്ടോ ഇത്ര കിടപ്പും. അതിട്ടോണ്ടാണ് ഞാൻ വന്നത്. നീ പോകുന്നു. ഈ സ്കൂളിന്റെ സ്റ്റാൻഡിലൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ വരണം. എന്റെ കാലിലോട്ടൊന്ന് നോക്കി. അയ്യോ ഇതാര് ചെരുപ്പം? ഷേർലിയുടെ. ഷേർലിയുടെ. എന്റെ പൊന്നടി ചേർന്നിൽ ചെരുപ്പം മാറ്റിട്ട് അതിനകത്ത് വല്ല കല്ലിയാടി പോയി ഞാൻ എത്ര വീട് തേച്ചാലാണെന്നറിയാം അതിന്റെ കല്ല് ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന. അതൊക്കെ ഞാൻ ഇവളെന്നെ മുടിപ്പിച്ചാണ് ഇവിടുത്തെ ടീച്ചർ കുഞ്ഞിനോട് ചോദിക്കും പേരെന്താന്ന് ചോദിക്കുമ്പോ എന്ത് പറയും? ചിന്നു. അയ്യോ ചിന്നു. അങ്ങനെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോ കിറുക്കിട്ട് ഞാൻ കുത്തും. പിന്നെ അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെന്താ അവര് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മരിയ ഫെർണാണ്ടസ് എന്ന് പറയണം. ഞാൻ പ്ലാൻ ചെയ്യലടി. ആ പേര് നമ്മൾ ഈ സ്കൂളിലേക്ക് വരുമ്പോ മാറ്റാന്ന് പറഞ്ഞില്ലേ? എന്നെ മാറ്റാൻ ഞാൻ നന്നായി മോനെ. എന്നാ ഫെർണാണ്ടസ് വിളിച്ചോ, ഞാൻ വിളിയട്ടാ പോരെ? ഓക്കെ എന്നാ ശരി. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഹലോ പ്രിൻസിപ്പൾ ആണോ സാറേ? പ്രിൻസിപ്പൽ സാർ എന്നാ? ഹലോ പ്രിൻസിപ്പൽ സാറാണോ? അല്ല, പിന്നെ പ്രിൻസിപ്പളെ വരും. സാറാരാ? ഞാൻ ഡ്രൈവറാ. ഏത്? ഇവിടുത്തെ സ്കൂളിന്റെ ഡ്രൈവറാ. സ്കൂളിന്റെ ഡ്രൈവറാണ്. എന്റെ താക്കോല് പോയി തപ്പുവാ. ഡ്രൈവറിന്റെ ഒക്കെ വേഷം കണ്ടോ? ഇതാണോ? അയ്യോ ബസ്സിന് താക്കോല. കണ്ണ് കാണാനും പാടില്ല കേട്ടോ സ്കൂളിന്റെ ഡ്രൈവർക്ക്. നിങ്ങൾ അഡ്മിഷൻ വന്നാ? ഞങ്ങള് കൊച്ചിനെ ചേർക്കാൻ വേണ്ടി വന്നാ. എത്ര വർഷമായി സ്കൂളില്? ഞാൻ 20 വർഷമായി. 20 വർഷമായിട്ട് സ്കൂളിലുണ്ട്. ഇവിടെ ഉണ്ട്. കണ്ണ് കാണാൻ പാടില്ല. ഇതിനും കൊച്ചുങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കൂൾ വണ്ടിയിൽ പോകുമ്പോ ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാ വല്ല ടയർ പഞ്ചറായത് വല്ല അങ്ങനെ വല്ല ആണോ? അങ്ങനൊന്നുമല്ല, അതൊക്കെ നിസ്സാര കേസല്ലേ. പിന്നെ ഇത് വണ്ടി ഇടിച്ച് തവിട് പൊടിയായിപ്പോയി. എന്റെ ദൈവമേ, കൊച്ചിനെ എങ്ങനെ ധൈര്യപ്പെട്ട് കൂടി. അതെ ഒരു സ്കൂൾ ബസ് മറ്റേ തരികട ആയി പോയത് തരിപ്പണായി പോയെങ്കിൽ എതിരെ വന്ന പാർട്ടിക്ക് എന്നാ പറ്റിയിട്ടുണ്ടാവും? എതിരെ വന്ന പാർട്ടിക്ക് നിൽക്കുമായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. കുറച്ച് തൊലി പോയി. അപ്പൊ അതെന്നാ എന്നതിന്റെ ഇടിച്ചത്? മഹാഗണി സൈഡിൽ നിന്ന് മഹാഗണി വലിയ മരവിൽ അതിനൊക്കെ ഇടിച്ചത്. അതിനൊക്കെ അടിച്ചത്? അതിനൊക്കെ ഇടിച്ചത്. അത് ശരി. അപ്പൊ അതിന്റെ കേസോ കാര്യങ്ങളോ വല്ലോ? മഹാഗണിയാണ്. ഞാൻ എന്നാ കേസ് പറയാനാ? ഒരു കേസില്ല, അത് വലിയ മഹാഗണിയായി പോയി. കേസ് പറഞ്ഞാല് കേസ് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കണു സ്പീഡില്. ചേട്ടനാ? ഞാനാ? കൊച്ചിന് വല്ല മാറിയായിരിക്കും. ഞാനൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ഫോൺ വിളിച്ചാണ് വണ്ടി ഓടിച്ചു. എന്റെ കൊച്ചിനെ അറിയത്തില്ല. ചെയ്തോണ്ട് വണ്ടി ഓടിച്ചാൽ അതൊക്കെ തെറ്റല്ലേ? എന്റെ മക്കളാണ് ഞാൻ ഫോൺ ചെയ്യുമ്പോ ഫോൺ അങ്ങനെ ചെയ്യത്തില്ല. അലറണ്ട. കൊച്ചു നുണ പറയത്തില്ല. കൊച്ചു പറഞ്ഞു സംഭവം ശരിയായിരിക്കും. പക്ഷെ ഞാൻ ആരെയും ഫോൺ ചെയ്യത്തില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന ഫോൺ ഫോൺ തന്നെയല്ലേ? അതാ പറഞ്ഞു അറ്റൻഡ് ചെയ്യണം. എനിക്കാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാൻ ബാലൻസ് പോലും ഇല്ലായിരിക്കുന്ന അവനാ ഞാൻ. ഇത് ഈ തവണ വരുന്ന പിള്ളേർക്കുള്ള പാരന്റ്സിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഴിച്ചിട്ട നാണക്കടല്ലേ? അഡ്മിഷൻ വല്ലതും വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. ഞാൻ വിളിക്കാം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അത് തന്നെ. ഓക്കെ ഓക്കെ. നോ, ഐ എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. Sit down. Sit down. ഡ്രൈവറിനെ പുറത്ത് നിർത്തും. ഞാൻ പുറത്തേക്ക്. ഡ്രൈവറല്ലേ? പുറത്തേക്ക്. സാറിനോട് കൊച്ചിന്റെ കാര്യങ്ങൾ നടത്തിക്കണം. ഞാൻ പറയാം. പുറത്തേക്ക്. അച്ഛനാ? അച്ഛനാ? എന്റെ പപ്പ. കുട്ടിയുടെ അച്ഛൻ? നിങ്ങളാ? ഭാര്യ. എവിടെ പോയാലും ഇത് തന്നെ. തെറ്റുപോയി. സാറിന് തെറ്റിപ്പോയല്ലേ? ഒരബത്തൊക്കെ ആർക്കും പറ്റും സാറേ. നിങ്ങൾക്കല്ല അബദ്ധം പറ്റിയത്. ഇതിനാണ്. ഓക്കെ. കൊച്ചിനൊന്ന് ചേർക്കാനായിട്ടാണ്. മോളെ ഒന്ന് ചേർക്കാൻ വേണ്ടിട്ടാ. സാറാണ്? ഞാനാണ് ഈ സ്കൂളിന്റെ EMT. ഞാൻ ഒന്നാനുള്ള ഈ സ്കൂളിന്റെ പറഞ്ഞോളൂ. അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ മുതലാളി. ഞാൻ മുതലാളിയാണ്. എന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. സാറിന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. ദേവസ്വം മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് വായിച്ചില്ലേ? മെമ്മോറിയലോ?
അയ്യോ ഈ മെമ്മോറിയലൊക്കെ ഈ മരിച്ചതിന് ശേഷമല്ലേ ഈ മെമ്മോറിയലൊക്കെ വെക്കണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഫുട്ബോളൊക്കെ വെക്കുമ്പോഴേ മറിയാമ്മ മെമ്മോറിയൽ ഫുട്ബോൾ ഓൾ ഇൻവോൾഡ് ട്രോഫി എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. അത് മരിച്ചതിന് ശേഷമാണല്ലോ. അതന്നെ മരിച്ചതിന് മുമ്പ് വെച്ചാൽ അല്ല മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ നമ്മളെ സ്കൂളിൽ നമ്മളെ പേരിൽ സ്കൂളുണ്ടോ ഇല്ലേ? മരിച്ചതിന് മുമ്പ് വെക്കണം മെമ്മോറിയൽ. അറിയാം നമ്മളെ മറ്റു സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? ബുദ്ധി വേണം. ഭയങ്കര ബുദ്ധിയുള്ള ആളാ. കൊച്ചിനിവിടെ കിട്ടിയത് നന്നായി. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ചോദിച്ചോളൂ. കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല വശമാണല്ലോ അല്ലേ? ഓക്കെ, അത് ഈ സ്കൂളിൽ മസ്റ്റ് ആണ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അല്ല വേറെ കാര്യമുണ്ട്, അത് പറഞ്ഞില്ല. നമ്മൾ വിഷയം ഇപ്പൊ ഇംഗ്ലീഷാണ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ ക്ലാസ്സിൽ ഇംഗ്ലീഷ്, മലയാളമാണെങ്കിൽ മലയാളം തന്നെ പഠിക്കും, സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം തന്നെ പറയണം, സംസാരിക്കണം. അപ്പൊ കണക്കാണെങ്കിലോ 1-2 പറഞ്ഞിരുന്നാൽ മതി, കുട്ടികളല്ലേ. ഇതിന്റെ ക്ലാസ് ആകുമ്പോൾ എളുപ്പം. അപ്പൊ അങ്ങനെ വേറെ സംസാരിക്കണം, 1-2 സംസാരിച്ചാൽ മതി. പിന്നെ ഈ സ്കൂളിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതായത് ബാഗ്, ബുക്ക്, യൂണിഫോം, പിന്നെ ചെസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, എല്ലാം ഈ സ്കൂളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ പഠിക്കാനുമായിട്ട് എവിടെ പോകണം? ഏതെങ്കിലും വിവരമുള്ള ടീച്ചറിനെ ട്യൂഷൻ വെച്ചാൽ ഏതെങ്കിലും വിവരമുള്ള ടീച്ചർമാരെ ട്യൂഷൻ വെച്ചാൽ മതി. അതാണ് ഇവിടുത്തെ പരിപാടി. ടീച്ചറെ, ഞങ്ങളെ യൂണിഫോം ഒക്കെ തയ്പ്പിച്ച്. യൂണിഫോം മാറി, കളറില്ല മാറി. ഈ വർഷം വേറെ. അയ്യോ, അത് അങ്ങനെ വർഷം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവർക്ക് അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റുമോ? അല്ല, എന്റെ അളിയൻ പണങ്ങും. അളിയന്റെ കടയിൽ ഈ യൂണിഫോം ഇല്ല. അതുകൊണ്ട് അളിയന്റെ കടയിലുള്ളതേ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. അളിയൻ പണങ്ങിയാൽ പിന്നെ അറിയാലോ, കട സ്കൂളില്ല. ഈ അളിയന്റെ കടയെന്നാണ് ഇവിടെ സ്ഥിരം യൂണിഫോം. ഈ വർഷം ഇല്ലാന്ന്. അപ്പൊ ഇത് മോഡൽ ഇതാണോ? മോഡൽ ഇതല്ല, ഇനിയിപ്പോ ഷർട്ടും സ്കേർട്ടും ആണ് വരുന്നത്. അതെ, ഷർട്ടും അതൊക്കെ. സ്കേർട്ട്. അപ്പൊ ഷർട്ടും സ്കേർട്ടും. ഓക്കെ, പാവാട. ഫ്രോക്ക് അല്ല, അല്ല ഫ്രോക്ക് അല്ല, പാവാടയാണ് ഇനി വരുന്നത്. ഇംഗ്ലീഷ് പറയോ? സ്കേർട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, മസ്റ്റ് ആയിട്ടും ടൈ കെട്ടണം. അത് കെട്ടും. ആ കാര്യത്തിൽ ഉറപ്പ്. എന്നാ അറിയോ, കുഞ്ഞനാള് മുതൽ ആ കാര്യം ഞാൻ വിടാതെ പഠിപ്പിച്ചേക്കണ. എന്ത് കേസ് എന്ത് തെറ്റ് ചെയ്താലും എന്റെ മുമ്പിൽ കൈ കെട്ടി അവിടെ നിൽക്കോളൂ. കൈ കെട്ടി കാണിച്ചു കൊടുത്തടി, കൈ കെട്ടി കാണിച്ചു കൊടുത്തേ. അങ്ങനെ മാത്രല്ല അത് പേരക്ക പറിച്ചപ്പോ ഞാൻ പുറകെ കൈ കെട്ടിച്ചില്ല. ഏത് കൈ കെട്ടും, അതിന്റെ കാര്യത്തിൽ ഒരു സംശയം. അച്ഛന് ഭയങ്കര പേടിയാട്ടോ കൊച്ചിന്. അതെ. ഇയാളെ വീട്ടിൽ കെട്ടിട്ടിരുന്നു. മണുകൂടാച്ച കൈ കെട്ടാനല്ല പറഞ്ഞ, ടൈ കെട്ടാൻ. ടൈ എന്താണെന്ന് അറിയാമോ? അതിന്റെ ഉപയോഗം അറിയാമോ? അതറിയാം. ചില ആപത്തുകൾ വരുമ്പോ അതൊക്കെ ഉപകാരപ്പെടും. പറയൂ. ജലദോഷമൊക്കെ വരുമ്പോ ചുമ്മാ ടൗലില്ലല്ലോ, അതുകൊണ്ട് മൂക്ക് ഉടയ്ക്കണം. അല്ലേ? അതല്ലടി. ഓക്കെ, അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച് പാരന്റ്സിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, കുട്ടീനെ എന്താക്കാനാണ് അംബീഷൻ? അതിനകത്ത് വേറെ ചിന്തയൊന്നുമില്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ എഞ്ചിനീയർ. മിനി എഞ്ചിനീയർ, മിനി. അച്ചായ വെറുതെ ഇരുന്നോണ്ട് സംസാരിക്കണ്ട. എന്റെ കൊച്ചല്ലേ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞല്ലേ, ഇവിടെ വന്ന് തർക്കം ഉണ്ടാവരെന്ന് പറഞ്ഞോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഓരോ കെട്ടം മണിക്ക് പോയിട്ട് ഞാൻ തേക്കണ ശരിയല്ലെന്ന് പറഞ്ഞു ഓരോ എഞ്ചിനീയർമാർ വന്ന് അപ്പനും അമ്മയ്ക്കാണ് വിളിക്കണത്. എന്റെ കൊച്ചൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ മാന്യമായിട്ട് തേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കണേ. അറിയോ, ഒരു അപ്പന് വിളി കേൾക്കാതെ ഒരു കെട്ടിടത്തിന്റെ വിറ്റ് കേൾക്കണമെന്നുള്ള ഏതൊരു മേഖലയ്ക്ക് ആഗ്രഹമുള്ള, എന്നിട്ട് അവിടെ ഒരു ഡോക്ടർ ആക്കുന്നു. നിങ്ങൾ വല്ല കെട്ടിടത്തിന്റെ മേളിൽ വീണാലേ ആര് ചികിത്സിക്കും? അതിന് വേണ്ടി എന്റെ കൊച്ചിന്റെ ഡോക്ടർ ആക്കും. എഞ്ചിനീയർ ആക്കുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അല്ല എഞ്ചിനീയർ അല്ല, പിന്നെ പോലീസ് ആക്കണം. എന്നാ നിങ്ങൾ സംഘർഷം ഇവിടെ നിർത്തേണ്ടി വരും. എനിക്കൊരു പേഴ്സണൽ മാറ്റർ പറയാനുണ്ട്. ഇങ്ങനെയുള്ള പാരന്റ്സിനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളെ ബാധിക്കും. അത് കാരണം പറ്റില്ല. ലോക്കൽസ് ആണ് സർ. വേണ്ട സർ, ഇവര് വേണ്ട സർ. അപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛന്റെയും അമ്മയുടെയും രീതി അനുസരിച്ചിരിക്കും മക്കളുടെയും. അല്ല, എന്റെ വിദ്യാഭ്യാസം കുഴപ്പമില്ല. 7ാം ക്ലാസ് വരെ പഠിച്ചല്ലേ? സെയിം പേജ്. സാറ് 7ാം ക്ലാസ് ആണോ? ഞാനല്ല, സാറിന്റെ അച്ഛൻ. ഞാനടുത്ത് സാറ് 7ാം ക്ലാസ്സിൽ പഠിച്ചോ? 7ാം ക്ലാസ് പഠിച്ചു. അയ്യോ, വിദ്യാഭ്യാസം വേണം. ഇല്ലാത്ത കുട്ടികളെ ഇവിടെ അഡ്മിഷൻ ആക്കാൻ ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ആദ്യം ഒരു അഡ്മിഷൻ തന്നെ ഇവിടെ പഠിപ്പിക്കാവോ? എന്നെ 10ാം ക്ലാസ് ആയതിനു ശേഷം കൊച്ചിനെ കൊണ്ടുവരാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. വെരി ഗുഡ്. അപ്പൊ 2 അഡ്മിഷൻ ആയല്ലോ. സർ, അത് പറ്റില്ല സർ. നമുക്ക് പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ കൂടി നോക്കണം. എന്നാലേ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതെ, വിദ്യാഭ്യാസം വേണം, അല്ലാതെ നടക്കൂല. ഇനി കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലല്ലോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. മോളെ, മോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ? അറിയാലോ. ദേവസ്വയുടെ സ്കൂളാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. വവൽസിനെ കുറിച്ചൊക്കെ അറിയോ? അത് പറയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുനാൾ പറഞ്ഞു
വവ്വാല്, പാറ്റ, ഞണ്ട്, ഓന്ത്, അരണ, ഉറുമ്പ്, അതുപോലുള്ള എല്ലാ സാധനവും കുഞ്ഞുനാളെ മുതൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചു അത് മാത്രല്ല ഈ കൊച്ചിന് ഭയങ്കര പേടിയായിരുന്നല്ലേ ഇതൊക്കെ കാണിച്ചിട്ടാണ് ചോറ് തീറ്റിക്കുന്നത്. രാത്രി മുറ്റത്തേക്ക് കളിക്കാറിഞ്ഞു പോകും. ഞാൻ പറയും വവ്വാല് വരും, വവ്വാല് എന്ന് പറയുമ്പോ പേടിച്ചകത്ത് കയറും. അതൊക്കെ അറിയാം. അപ്പൊ അഡ്മിഷൻ എഴുതൂ, അവർക്കറിയാം. ആ വവ്വൽസ് അല്ല. മോൾക്കറിയോ വവ്വൽസിനെ കുറിച്ച്? അറിയാം. അയ്യോ അവക്കെന്തോ പറ്റിയ തലവേനയാ. എന്റെ അമ്മി അതല്ല. അയ്യോ AEIOU അതാണ് വവ്വൽസ്. അതാണ് മാം ചോദിച്ചത്. വെരി ഗുഡ്, അതാണ് വവ്വല്. വെരി ഗുഡ്. അല്ലാതെ മറ്റേ ഈ വാഴയുടെ കൂമ്പിന്ന് മറ്റേ തേൻ കുടിക്കുന്ന പൂങ്കിടക്കണ വവ്വാലല്ല. അതല്ല അല്ലേ? കല്ലേരിയിലുള്ള അതല്ല. AEIOU വവ്വൽസ്. ലൈംഗമ്പിയില് കണ്ടടിച്ച് കിടക്കണം അതുമല്ലേ? അല്ല സർ, അത് നിപ്പ വരുത്തുന്ന സാധനം. അല്ല സർ, അല്ല. അതല്ല. അതല്ല ഏട്ടാ, നമ്മൾ തെറ്റത്. കുട്ടിക്ക് നിലവാരം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് സിലബസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇല്ല മാറ്റില്ല, എനിക്ക് പൈസ ഇല്ല. ആ ബസ് തന്നെ ഓടിയത്, മറ്റേ ബസ് പോകണ്ട ശാരി കാര്യം. പൈസ ഇല്ല, ചുമ്മാ ബസ് മാറ്റിട്ട് എന്ത് അല്ലേ? അല്ല, അങ്ങനെ ബസ് മാറ്റുവാണെങ്കിൽ ബസ് മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണ് കാണാൻ പാടാത്ത ഡ്രൈവറെ ഒന്ന് മാറ്റും. ഡ്രൈവറെ മാറ്റില്ല, ബസ് മാറ്റില്ല. അല്ല പിന്നെ ബസ് മാറ്റില്ല മേഡം പറയരുത്. കാരണം അങ്ങനെ പൈസ ഇല്ല, ബസ് മാറ്റില്ല. അതല്ല, ഞാൻ സിലബസ് ഓക്കെ എന്തായാലും ആക്കട്ടെ. കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ വല്ലതും ഉണ്ടോ? കഴിവുണ്ടോന്നോ? ഭയങ്കര കഴിവല്ലേ നമുക്ക്. ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്ത കഴിവാ. ഇവിടെ എഴുതുന്നത് ഇവക്കല്ലാതെ വേറെ കുഞ്ഞിനും വായിക്കാൻ പറ്റില്ല. എന്നാ കഴിവെന്നറിയാവോ? കുത്തിയിരുന്ന് നോക്കി എന്റെ സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പർ വരാമോ? വെരി ഗുഡ്. പിന്നെ വേറെ അത് മാത്രമല്ല മിസ്സേ, ഒരു 5 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കൊടുത്ത് നോക്ക്. 3 മിനിറ്റ് തികച്ചെടുക്കത്തില്ല. അതിനു മുമ്പേ തീർത്തു വരും. അത് വേറൊരു കഴിവ്. അത് എന്റെ അല്ലാട്ടോ, ഇവിടെ വീട്ടുകാരുടെ കഴിവാണ്. എന്റെ കഴിവല്ല. ഒരു കാര്യം ഞാൻ പറയാം, അതിന് എന്റെ സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് വന്ന് നോക്കിയേ. സോപ്പൊട്ടിയും സ്റ്റീൽ ഗ്ലാസും തട്ടി നടക്കാൻ പാടില്ല. കാരണം ആ പഞ്ചായത്തിലെ എല്ലാ തീറ്റ മത്സരത്തിലും ഉള്ള ഫസ്റ്റ്. കഴിവിന്റെ കാര്യത്തിൽ ഇവിടെ വെല്ലിട്ടുള്ളു വേറെ ആരും. പ്ലീസ്. പിന്നെ വേറൊരു കാര്യം അറിയാലോ, ഞാൻ ഈ സ്കൂളിലെ വണ്ണാനുള്ള അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറയട്ടെ, ഈ സാറ് വണ്ണാൻഡുള്ളി അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള സാധനം സാറ് പറയുന്നില്ല. ഞാൻ വന്നപ്പോ പോലും ശ്രദ്ധിക്കുന്ന സാർ അത് പറയുന്നില്ല. അത് ആ മാടാ പറയണത്. അത് ഞാൻ പുറത്തുനിന്ന് പഠിച്ചത്, അതുകൊണ്ട് ചില വാക്കുകൾ എനിക്ക് കിട്ടത്തില്ല. ഓ, അമേരിക്കയിൽ നിന്ന് പഠിച്ച ആളാ? അതല്ല, സ്കൂളിന് പുറത്തുനിന്ന്, ക്ലാസ്സിന് പുറത്ത് ചില വാക്കുകൾ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പുറത്തേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാം. ഓക്കെ മാം, താങ്ക് യു. ഒരു കാര്യം പറയട്ടെ, ആ സാധനം ഞങ്ങൾ എടുക്കാട്ടോ. എന്ത്? ഇപ്പൊ പറഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ നമ്മളെ ഒരു ചെറിയ സാധനം എന്നെ കൊണ്ട് പറ്റുന്ന എടുത്താ പറയാൻ. എന്ത് വെയിറ്റ് മറ്റേ എടുക്കണമെന്ന് പറഞ്ഞേ? ജിമ്മി പോയിട്ട് ഒരു ലിഫ്റ്റ് എടുക്കാം നമുക്ക്. അല്ല വേണ്ട ഏട്ടാ, ഞാനും പറഞ്ഞ എടുക്കാം. ചെറുതെടുക്കാം. കൊച്ചിന്റെ നമ്മുടെ കൊച്ചിന്റെ ഞങ്ങൾ രണ്ടുപേരും ലിഫ്റ്റ് എടുത്തേക്കാം. ഈ ലിഫ്റ്റ് എടുക്കുമ്പോൾ നടു കൊടുക്കാൻ നോക്കണം. ഫോം അവിടെ ഉണ്ടല്ലോ അല്ലേ? അവരെ പുറത്താക്കി. സാറെന്താ അവരെ പുറത്താക്കിയത്? വിവരമില്ലാത്തവരെ പുറത്താക്കണം. എന്നെ അങ്ങനെ സ്കൂളിൽ പുറത്ത് കയറി. Wow, superb performance, Melvin, Manuel, Anna, Aiden, Julia and Angel. Thank you for sharing your talents with us and making tonight a truly unforgettable experience. Let us give a big round of applause. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. വെളിയിൽ EBB 7070 ഒരു ഫോർഡ് വാഹനം, അതിൻ്റെ ഓണർ അതൊന്ന് മാറ്റി കൊടുക്കണം. അത് വേറൊരു വണ്ടിക്ക് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ആ വാഹനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. EBB 7070 ഫോർഡ്, ആ വാഹനം അവിടെ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് മാറ്റി കൊടുക്കണം, അതിൻ്റെ ഓണർമാർ ഇവിടെ ഉണ്ടെങ്കിൽ. ഹലോ. നാടകത്തിൽ അഭിനയിക്കുന്ന
JFIലെ കലാകാരന്മാർ, പുറത്ത് നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് ഹലോ നാടകത്തിൽ അഭിനയിക്കുന്ന JFIലെ എല്ലാ അംഗങ്ങളും എത്രയും വേഗം ഈ സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ്. നാടകത്തിൽ അഭിനയിക്കുന്ന എല്ലാ JFI അംഗങ്ങളും എത്രയും വേഗം ഈ സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ്. Ladies and gentlemen, esteemed guests, we have the privilege of being joined by a distinguished artist who will lead us in a sincere performance of a beloved spiritual melodious song. Please join us in extending a warm welcome to Mr. Shaju K. John as he shares with us the sacred verses of Satram Adanye Gatram Pidanyu, composed and penned by the talented Reverend Father Shaji Tumbachiril. Let's give him a big round of applause. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രക്കൊടുവിൽ യൗസേപ്പ് പിതാവ് നിന്നപ്പോൾ ആ തിരക്കിൽ കുറുക്കിൽ മനമുഴറി നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുറുക്കിൽ മനമുഴറി നിന്നപ്പോൾ വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു വിണ്ണിൽ നിന്നും മഞ്ഞിലൊരു തങ്ക വെളിച്ചം വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു വിണ്ണിൽ നിന്നും മഞ്ഞിലൊരു തങ്ക വെളിച്ചം പത്രം നിറഞ്ഞ് പത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ ഗാത്രം നിറഞ്ഞ് യാത്രക്കൊടുവിൽ യൗസേപ്പ് പിതാവ് നിന്നപ്പോൾ മിന്നാരമേ നിന്നെ കാണാനുള്ള യാത്ര കണ്ണീരിൻ്റെ ചിറ്റോളങ്ങൾ നീന്തിക്കടന്നുള്ള യാത്ര നേരിടുമ്പോൾ കാവൽ നീടുവാൻ ക്ലേശമേറിടുമ്പോൾ കാവൽ നീടുവാൻ താരദീപാങ്കുരം ദൈവമേകുന്നല്ലോ ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം ഇതു സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം ദയുമ്പോൾ വാനം തുറക്കുന്നു സ്വർഗമന്ന പോലെ ഒരു പുത്തനുണർവ് വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കുന്നു സ്വർഗമന്ന പോലെ ഒരു പുത്തനുണർവ് സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ്
കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവ് നിന്നപ്പോൾ കണ്ടിടുവാൻ ആരാകിലും തുനിയണം ആരാധിക്കാൻ വന്നിടുകിൽ ആർഭാടങ്ങൾ വെടിയണം രാജചെങ്കോലിനും മേലെയല്ലോ ദൈവം രാജചെങ്കോലിനും മേലെയല്ലോ ദൈവം രാഗസംഗീതത്താ നാമം വാഴ്ത്തിയിടണം സത്രമടഞ്ഞിടുമ്പോൾ സന്തോഷം പിന്നെ മിത്രമടഞ്ഞിടുമ്പോഴും സല്ലാപം വാനിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമന്ന പോലെ ഒരു പുത്തൻ ഉണർവ് വാനിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമന്ന പോലെ ഒരു പുത്തൻ ഉണർവ് സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് ഗാത്രം ഒടുവിൽ യൗസേപ്പ് പിതാവ് നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു മുന്നിൽ നിന്നും മണ്ണിൽ ഒരു തങ്ക വെളിച്ചം വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും മുന്ന പോലെ ഒരു പുത്തൻ ഉണർവ് സത്രമടഞ്ഞ് ഗാത്രപ്പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവ് നിന്നപ്പോൾ Let's take a moment to appreciate to Hereford's redemption with the experienced. A warm thank to Mr. Shaju K. John for his lovely performance of the beloved spiritual and melodious song. Let us give him another big round of applause. Ladies and gentlemen, get ready for an evening filled with laughter and entertainment as we welcome a true master of mimicry to the stage. Known for his unparalleled talent and uncanny ability to impersonate voices from all walks of life, it is our privilege to introduce our member, Mr. Danny Isaac. Without further ado, let's give a warm round of applause to Mr. Danny Isaac to our stage. Hello. പ്രിയപ്പെട്ടവരെ, ഹലോ 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 റിയാദിലെ പല സ്റ്റേജുകളിലും മിമിക്രികൾ അവതരിപ്പിച്ച് കയ്യടി മേടിച്ച നമ്മുടെ ഒരു കൊച്ചു കലാകാരൻ സ്റ്റേജിലേക്ക് വരികയാണ്. അദ്ദേഹം ചെറിയൊരു മിമിക്സ് ചെയ്യാൻ
ആഗ്രഹിക്കുന്നു. പ്രോത്സാഹിപ്പിക്കുക. ശബ്ദാനുരണത്തിലൂടെ അദ്ദേഹം നമ്മുടെ സ്റ്റേജിലേക്ക് വരികയാണ്. ആദ്യമായി ജനപ്രിയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി. എനിക്ക് ഇവിടെ വരാനും ഈ JFAയുടെ ഈ പരിപാടി പങ്കെടുക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു. രണ്ടാമതായി എത്തിയത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. എനക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ നിങ്ങൾ കരുതിയത്? എന്റെ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. കടക്കൂ പുറത്ത്. എന്റെ പുറത്ത് കിടക്കാനല്ല, കടക്കൂ പുറത്താന്ന് പറഞ്ഞത്. താങ്ക് യു. പിന്നീടെത്തിയത് വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന വിനായകൻ. ആശാനെ അവന്മാര് മുട്ടൻ ടീമാണ്. ആശാനെ മുട്ടൻ ടീമാണ്. അവരെന്നെ ഉറക്കി കിടത്തു. ആശാനെ കൃഷ്ണ ഞാനടാ ഗംഗേടാ വെറുതെ വിളിച്ചതാടാ. കൃഷ്ണ വെറുതെ വിളിച്ചതാടാ. പിന്നീടെത്തിയത് നമ്മുടെ നെടുമുടി നാട്ടിൽ നിന്നെത്തിയ സ്വഭാവ നാട ചക്രവർത്തിയായ ശ്രീ നെടുമുടി വേണു. മാമ്പള്ളി തറവാട്ടിൽ യക്ഷിയുണ്ടെന്ന് ആരാ പറഞ്ഞത്? നീല, എന്റെ മകളുടെ നീണ്ട നാളത്തെ തപസ്യ താനൊരൊറ്റ ദിനം കൊണ്ട് നശിപ്പിച്ചത്. ഇല്ല, ഇനി അവൾ ഈ ചിലങ്കി അണിയില്ല. കഴിവുറ്റ കലാകാരനും ഹാസ്യ നടനുമായ ശ്രീ പ്രേംകുമാർ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മക്കുട്ടിയെ ഞാൻ കെട്ടിയിരിക്കും. സത്യം സത്യം. അതാ നമ്മുടെ മുന്നിലെത്തുന്നു നമ്മുടെ ഇഷ്ടതാരം കലിംഗാശാരി. ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. ഇത് നല്ല വരാല മുളകിട്ട് വെച്ച നല്ല ടേസ്റ്റാ. ഒന്ന് രണ്ടെണ്ണമല്ല, എല്ലാം കൊള്ളാം. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഇപ്പോൾ സ്വഭാവ നടനായി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ശ്രീ ജഗദീഷ്. ഞാനും ദീപയും തമ്മിൽ പ്രേമത്തിലാണെന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇനി ഒരാൾക്കും കൂടെ അറിഞ്ഞാൽ മതി. ആരാന്നോ? ദീപയ്ക്കും കൂടെ അറിഞ്ഞാൽ മതി. പിന്നെ ചേട്ടൻ തമാശയായിട്ടാണോ പറഞ്ഞത്? കാര്യമായിട്ടാണോ പറഞ്ഞത്? കാര്യമായിട്ടാണെന്നോ? തമാശയായിട്ടാണെങ്കിൽ കാണാമായിരുന്നു. പ്രവാസികളായ നാം മിക്കവാറും കണ്ടുമുട്ടാറുള്ള ഒരു ഫിലിപ്പിനോയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാ ഫിലിപ്പിനോ. صديق في مالبرو ما في مالبرو يان ما في مالبرو ولا مالبرو صديق next time you bring مالبرو. അടുത്തതായിട്ട് പ്രമോദ് വെളിയനാട് എന്ന നാടക കലാകാരൻ അനശ്വരമാക്കിയ ജീവിതത്തിൻ്റെ അവസാന നാളിൽ ഒറ്റപ്പെടൽ അനുഭവിപ്പിച്ച ഒരു വൃദ്ധയുടെ കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. അച്ഛാ, എന്താ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മൂത്രത്തിൻ്റെ ഒക്കെ നാറ്റം. മകളെ, ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലടാ. മനസ്സ് പറയുന്നത് ശരീരം കേൾക്കണ്ടേ? നീറോ വല്ലതാണോടാ സ്വയം കടിച്ചങ്ങ് ചാകാനൊക്കൊണ്ട്. പത്തനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ടെന്നാണ് കേട്ടത്. എന്നെ അവിടെ കൊണ്ടുവന്നാക്ക. മരിച്ചു കഴിയുമ്പം നമ്മുടെ പള്ളി തന്നെ കൊണ്ട് അടക്കണേടാ. എൻ്റെ അപ്പനെ അമ്മേനെയൊക്കെ അടക്കിയിരിക്കുന്നത് അവിടെ അല്ലേ? പിന്നെ നിങ്ങളുടെ അമ്മ കൊച്ചു ത്രേസി ഉറങ്ങുന്ന മണ്ണല്ലേടാ അത്. എനിക്കറിയാവുന്ന ദൈവത്തിനോടൊക്കെ ഇപ്പൊ ഈ അപ്പ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് കിട്ടിയ ഇത്രയും ആയുസ് എൻ്റെ മക്കൾക്ക് കൊടുക്കരുതെന്നാടാ, കൊടുക്കരുതെന്നാ. താങ്ക് യു, താങ്ക് യു. Thank you, Mr. Danny Isaac. Your ability to capture the essence of different voices with such precision is truly remarkable.
and it made for an unforgettable experience for all of us. Thank you for sharing your talent with us tonight and leaving us with memories that we will cherish for years to come. Let's give another round of big applause to Mr. Danny Isaac for his outstanding performance. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഏറെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നാടകം 1-2 പരിപാടികൾക്ക് ശേഷം ആരംഭിക്കുന്നതായിരിക്കും. സ്റ്റേജിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഹോളിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഹോളിനുള്ളിലേക്ക് കടന്നു വരണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. Ladies and gentlemen, boys and girls, we have the immense pleasure to presenting to you another group extraordinary dancers. Please join us in welcoming to the stage our rocking dancers team of JFA. Let's give a roaring round of applause for Fiona Gibi, Alina Anna Sajimon, Alona Maria Sajimon, Maria Susan Tony, Angel Shosha Koshi, and Mr. Abi Thomas. So sit back, relax, and prepare to take us into the world and enchanting choreography and electrifying moves. Without further delay, let's give it up for our incredible dance team.